യുദ്ധത്തിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ചർച്ചകൾ നടത്തി സമാധാനത്തിനുള്ള വഴിയൊരുക്കാൻ മറ്റൊരു രാജ്യം ഇടപെടുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നയപരമായി ചർച്ച ചെയ്തെടുക്കേണ്ട പുതിയ കാലത്തിന്റെ ആവശ്യമാണ്. പക്ഷേ കശ്മീർ വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തെടുക്കേണ്ടതേയല്ല, നമ്മൾ കൈക്കൊള്ളേണ്ടതേയല്ല. നമുക്ക് എല്ലാ കാലത്തും വിമുഖത മാത്രം കാണിക്കാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ചുട്ട മറുപടി കൊടുത്ത് ശരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞയക്കാൻ മാത്രം കഴിയുന്നൊരു വിഷയമാണ്. തീർച്ചയായിട്ടും. അതായത് ഈ കാശ്മീർ പ്രശ്നത്തിൽ ഒരു ചർച്ച ഇല്ല. ബേസിക്കലി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു ചർച്ചയുടെ ഒരു സ്കോപ്പ് തന്നെയല്ല. കാരണം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചതാണ് കാശ്മീരും POKയും ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനും ഇത് മൂന്നും ഇന്ത്യയുടെ ഭാഗമാണെന്ന്. ഇന്ത്യ ഒരു ഗവൺമെൻറ് അല്ല, അത് അനേകം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച സാധനമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാനോടൊരു ചർച്ച എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉദിക്കുന്നേയില്ല. പിന്നെ ഉള്ളൊരു പ്രധാന സംഗതി, പാകിസ്ഥാനോട് ഇന്ത്യക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രധാനമായും ഒരു കാര്യത്തിൽ മാത്രമാണ്, ടെററിസം എന്ന ഒരു എലമെൻറ്റിൽ മാത്രം. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യയോട് നേരിട്ട് യുദ്ധം ചെയ്യാനോ ജയിക്കാനോ ഒരു കാലത്തും സാധിക്കില്ല. കാരണം അത് 1971 തെളിയിച്ചതാണ്. എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ എന്നത് രണ്ടായി പിളർന്ന് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം കൂടെ ഉണ്ടായി. അത് അന്ന് മുതൽക്ക് പാകിസ്ഥാൻ അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു 1000 കട്ടും ചോരയേൽപ്പിക്കലും എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ നമ്മളുടെ മുമ്പിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഗ്രാജുവലായിട്ടുള്ള മറുപടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ 25 വർഷമായിട്ട് ഇത് കവർ ചെയ്യുന്നതുകൊണ്ട് അറിയാം. 1999 ഈ IC-814 റാഞ്ചി കൊണ്ടുപോയപ്പോൾ 3 ഭീകരവാദികളെ നമ്മൾ കാണ്ഡഹാറിൽ കൊണ്ട് അവർക്ക് സമർപ്പിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിൽ നിന്നും 2025 ആയപ്പോൾ അവിടുത്തെ 9 ഭീകരവാദ കേന്ദ്രങ്ങളെയും അതിലുള്ള ഭീകരവാദികളെയും പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് മറുപടി കൊടുത്തത്. സോ ഈ ചേഞ്ച് കഴിഞ്ഞൊരു 10-25 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ചേഞ്ച് പലപ്പോഴും പാകിസ്ഥാൻ അറിയുന്നില്ല, പല ലോകരാജ്യങ്ങളും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയുടെ ഇനീഷ്യൽ നിലപാട് തന്നെ അതായിരുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്തത് പാകിസ്ഥാനി സിവിലിയൻ പോപ്പുലേഷനോടല്ല, പാകിസ്ഥാനി ആർമിയോടല്ല, ഞങ്ങൾ യുദ്ധം ചെയ്തത് നിങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളോട് മാത്രമാണ് എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ആക്രമിച്ചത്. പാകിസ്ഥാൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദത്തിൻ്റെ ഇരകൾ എന്നുള്ളത്. പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ്. കാരണം ലോക ടെററിസം ഇൻഡെക്സിൽ 2ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക ഏറ്റവും വലിയ ഭീകരവാദത്തിൻ്റെ ഇരകളാണെങ്കിൽ, അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് ഭീകരവാദികളെ കൊല്ലുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് വേണ്ടത് എന്താണ്? പാകിസ്ഥാന് ഇന്ത്യയെ സഹായിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് പാകിസ്ഥാന് ഇത്രയും വലിയ വേദന സംഭവിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിക്ക് വേദന ഉണ്ടാവുന്നു? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയം. ഈ പാകിസ്ഥാനി ഭീകരവാദികളും പാകിസ്ഥാനിലെ പട്ടാളവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇത് ലോകത്തിൽ പലർക്കും അറിയാമെങ്കിലും ലോകം പലപ്പോഴും നമ്മളോടാണ് തെളിവ് ചോദിക്കുന്നത്. നിങ്ങൾ തെളിയിക്കൂ. ഈ പെഹൽഗാമിൽ വന്ന് വെടിവെച്ച പോയ ആളുകൾ ഈ പാകിസ്ഥാൻകാരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കാണ് ലോകരാജ്യങ്ങൾ കെട്ടിവെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾക്ക് വളരെ ഉറച്ച നിലപാട് കൂടിയാണ് ഇന്ത്യയുടെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയത്. നമ്മൾ ഭീകരവാദത്തിനെതിരാണ്, ഞങ്ങൾ ഭീകരവാദികളെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഭീകരവാദി സ്ഥാപനങ്ങളെയും ഭീകരവാദികളെയും ആണ് കൊന്നൊടുക്കിയത് ആദ്യ ഫേസിൽ. അവിടെ നിർത്താമായിരുന്നു, പാകിസ്ഥാൻ വേണമെങ്കിൽ അവിടെ തന്നെ നിർത്താമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ച്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ 1ാം ഘട്ടത്തിൽ ഇന്ത്യ പറഞ്ഞത് മുതൽ തന്നെയാണല്ലോ CPN ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്നു. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല ചെയ്യപ്പെട്ട ഭീകരവാദികളുടെ ശവമഞ്ചങ്ങൾക്ക് മുകളിൽ പാക് പതാക പതിപ്പിക്കുന്നു. അവിടേക്ക് മന്ത്രിമാരെത്തുന്നു, അവിടേക്ക് യൂണിഫോം ഇട്ട സൈനികരെത്തുന്നു. അവർ എല്ലാ ആദരവും നൽകിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത്. അതിനു മുൻപ് വിളിച്ചത് സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ്. ഇനിയും എന്താണ് തെളിയിക്കാനുള്ളത്? ഇവരാണ് ഭീകരതയുടെ ഈറ്റില്ലമെന്ന്. അതാണ് മാധു ഏറ്റവും വലിയ പ്രശ്നം. ഇവർ പല രൂപത്തിൽ വരും. സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് വരും, ഇവർ റെസിസ്റ്റൻറ്റ് ഫോഴ്സുകളായിട്ട് വരും. ഇവരെല്ലാം ഭീകരവാദികളാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല, ലോകത്തിലെ ഒരു രാജ്യത്തിനുമില്ല.
ഇത് ലോകം ആവർത്തിച്ചാവർത്തിച്ച് ലോകരാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ആ നിലപാടിൻ്റെ വ്യക്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആക്രമിക്കുന്നത് തീവ്രവാദികളെയാണ്, തീവ്രവാദ കേന്ദ്രങ്ങളെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ പത്രസമ്മേളനത്തിൽ ആർമിയിലുള്ള പത്രസമ്മേളനം പറയുന്നുമുണ്ട്, നമ്മൾ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല, ഇത് പ്രൊപ്പോർഷനേറ്റ് ആണ്, ആനുപാതികമാണ്. നിങ്ങളിൽ നിന്നും എന്താണോ എനിക്ക് കിട്ടിയത് അതിന് മറുപടിയായി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇത് ചെയ്തത്. പക്ഷേ ഇതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യതയാണ്. കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് മുമ്പിൽ ഇത്രയും നല്ലൊരു സാധ്യത ഉണ്ടായിട്ടില്ല. കാരണം ഒരു നിലപാട് മാറ്റം ഇന്ത്യക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇനി ഒരു ഭീകരവാദി ഇന്ത്യയിലേക്ക് കടന്ന് ആക്രമിച്ചാൽ അന്ന് അതൊരു യുദ്ധപ്രഖ്യാപനമായി കണക്കിലെടുക്കുമെന്നും ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് അതിന് എതിരെ കൃത്യമായ നിലപാടുകൾ എടുക്കുമെന്നുള്ള ഒരു മാറ്റം, ഒരു ചുവട് മാറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഏറ്റവും വലിയൊരു നേട്ടമായി ഞാൻ ഇതിനെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പും അത് തന്നെയാണ്. ഇനി വില കൊടുക്കാനില്ല, അത് യുദ്ധപ്രഖ്യാപനമായി തന്നെ കാണും, തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സീസ് ഫയറിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തത്.